സമസ്ത കേരള ജമീയത്തുടെ 100ാം വാർഷിക പ്രഖ്യാപനം കാസർഗോഡ് വെച്ച് നടന്നപ്പോ മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും അവർക്കും എല്ലാ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. അവിടുന്ന് പറഞ്ഞത് വാദപ്രതിവാദം നടത്താനല്ല നമ്മളുടെ 100ാം വാർഷികം കൊണ്ടാടുന്നത്, സുന്നത്ത് ജമാഅത്ത് നിലനിർത്താനാണ്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാനോ അവമതിക്കാനോ നമ്മൾ പോയിട്ടില്ല, പോകുന്നുമില്ല. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാലും പകരം പറയാനും വിചാരിക്കുന്നില്ല. നമുക്ക് സ്വർഗത്തിലേക്ക് ജനങ്ങളെ എത്തിക്കണം, ചീത്ത പറയുന്നവനെയും സ്വർഗത്തിലെത്തിക്കാം. അതാണ് നമ്മളെ ഡ്യൂട്ടി. അല്ലാഹു തആല അത് തൗഫീഖ് തരട്ടെ. SOS-ന്റെ പ്രവർത്തനം സജീവമാക്കണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കണം. ആ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ തമ്മിലും നല്ല സ്നേഹബന്ധം വേണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. പരസ്പരം നല്ല കാരുണ്യം വേണം. എന്തുണ്ട് സെക്രട്ടറിക്ക് കുറ്റവും നോക്കുന്ന പ്രസിഡന്റോ, പ്രസിഡന്റിന് എന്തുണ്ട് കുറ്റവും നോക്കുന്ന സെക്രട്ടറിയോ, രണ്ടാൾക്കും എന്ത് കുറ്റമുണ്ട് നോക്കുന്ന ട്രഷററോ, അല്ലെങ്കിൽ ഇവർക്ക് 3ആൾക്കും എന്ത് കുറ്റമുണ്ട് നോക്കുന്ന മെമ്പറോ ഒന്നും ആകാൻ പാടില്ല. മറിച്ച് മനുഷ്യരല്ലേ. ഇമാം ഗസാലി റളിയല്ലാഹു ചോദിച്ചില്ലേ, ആരാണ് ഒരു തെറ്റും ചെയ്യാത്തവർ? ഞാൻ ഇങ്ങനെ ആലോചിക്കണം, വേറൊരുത്തന്റെ തെറ്റെന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ശൈത്താൻ പെടുത്തും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ? അല്ല, എൻ്റെ അടുത്ത് പല തെറ്റും വന്നിട്ടുണ്ട്. അങ്ങനെയാണോ? അതെ. എന്നാ പിന്നെ അതുപോലത്തെ ഒരു തെറ്റ് അയാളെടുത്ത് വന്നതല്ലുള്ളൂ. അത് നമുക്ക് മാപ്പെടുത്തൂടെ? നമ്മളെ വലിയ വിഷയാക്കണോ? അങ്ങനെ ചിന്തിക്കണം. ഇനി അല്ല, നീ ചിന്തിക്കുമ്പോ ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ ചിന്തിക്കുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, എൻ്റെ അടുത്തൊരു തെറ്റുമില്ലല്ലോ. ഗസാലി പറയും, എന്നെക്കാൾ വലിയ നമുക്ക് വേറെ ആരുമില്ല. അതായത് ഇതിനേക്കാൾ വലിയ വിഡ്ഢി വേറെ ആരുമില്ല. കാരണം നിന്റെ ശരീരത്തെ കുറിച്ച് എനിക്കൊരു വിവരമില്ല, നീ വലിയ ആളാന്നാ വിചാരം. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങളെ ശരീരത്തെ നന്നാക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ തന്നെ പുകഴ്ത്തി പറയാൻ പാടില്ല. ഇന്നല്ലാഹ യുസക്കി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു സംസ്കരിക്കും. ഞാൻ വലിയ നല്ല ആളാണെന്ന് ഈ പാവപ്പെട്ട എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. ഇവിടെ കുറേ സാധാരണക്കാരുണ്ട്, കടൽ തൊഴിലാളികളുണ്ട്, ഡ്രൈവർമാരുണ്ട്, തെങ്ങുകയറ്റ തൊഴിലാളികളുണ്ട്, വേറെ തൊഴിലെടുക്കുന്നവരുണ്ട്. അത് പറയാൻ വേണ്ടി കയറിയ എൻ്റെ മനസ്സിൽ അവരെക്കാളൊക്കെ നല്ല ആളാണ് ഞാൻ. ഞാൻ വലിയ ആളാണ്, വിവരമുള്ളവനാണ്, ഞാൻ രക്ഷപ്പെട്ടവനാണ്. അങ്ങനെ ഒരു ചിന്ത എൻ്റെ കൽബിൽ വന്നാൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ഞാനാണ്. ഈ സദസ്സിലുള്ള ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ കിതാബൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആലിമീങ്ങളെ വലിയ ബഹുമാനം, സാലിഹീങ്ങളെ ബഹുമാനം, സയ്യിദന്മാരെ ബഹുമാനം, ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുന്നു. അതാ വേദ കേട്ട് പൊട്ടി പൊട്ടി കരയുന്നു, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നു, നരകം ഭയപ്പെടുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു, ഈമാൻ സലാമത്താകണം ആശിക്കുന്നു. ആ സാധാരണക്കാരൻ ഈ പാവപ്പെട്ട എന്നെക്കാൾ എത്രയോ നല്ലവരായിരിക്കും. ആരെ മനസ്സിലും ഞാനൊരു വലിയവനെന്ന ചിന്ത കടന്നു പോകരുത്. ഖൽബ് ശുദ്ധിയാക്കണം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒരു കാര്യവും ഉപകരിക്കൂല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ.